ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വീക്ക്ലി മീൽ പ്ലാനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എത്ര തിരക്കാണെങ്കിലും വീട്ടിൽ തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റിയും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള മീൽസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം അതിനുവേണ്ടി ആഴ്ചയിൽ ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ചാൽ മാത്രം മതി. അപ്പം അതിനുള്ള കുറച്ച് ടിപ്സും ട്രിക്സൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ആ ഒരു വീക്കിലത്തെ കാര്യങ്ങളൊക്കെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് ഇതുപോലെ മീൽ പ്ലാനിങ് വീഡിയോസ് കാണുമ്പം നമുക്ക് തന്നെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇതിൽ എന്താണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോസൊക്കെ കാണുമ്പം നിങ്ങളുടെ ഫാമിലിക്ക് എന്താണോ സൂട്ടാവുന്നത് അത് ഫോളോ ചെയ്യുക. എല്ലാം അതേപോലെ ചെയ്യണം എന്നൊന്നുമില്ല. അപ്പം എൻ്റെ വീട്ടിലുള്ളവരുടെ ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് ഞാൻ എൻ്റെ വീക്ക്ലി മീൽ പ്ലാൻ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് സ്ട്രോബെറി ജാം ഉണ്ടാക്കുവാണ്. അപ്പോൾ എനിക്കിവിടെ സ്ട്രോബെറി ഭയങ്കര ചീപ്പായിട്ട് കിട്ടി. നല്ല ടേസ്റ്റി സ്ട്രോബെറീസും ആണ്. എപ്പോഴും ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിക്കാണ് ഉണ്ടാക്കാറ്. കാരണം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കാര്യമില്ല. നമുക്ക് മാക്സിമം ഒരു 2 വീക്സ് വരെയൊക്കെയാണ് ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിക്കാണ് എപ്പോഴും തയ്യാറാക്കാറുള്ളത്. പിന്നെ ചെറിയ ക്വാണ്ടിറ്റിക്ക് ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുക്കിംഗ് ടൈം വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണം അതനുസരിച്ച് ഷുഗർ അല്ലെങ്കിൽ ജാഗരി ചേർക്കാം. ഞാനിന്ന് ജാഗരിയാണ് ചേർക്കുന്നത്. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു ജാം കൺസിസ്റ്റൻസി ആയി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു നുള്ളു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിക്കുന്നത് നമുക്ക് ആ ഒരു ജാമിൻ്റെ ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവും കൂടെയാണിത്. അപ്പോൾ ഇതുപോലെ പാനിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന കാണുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാനാക്കി മാറ്റി വയ്ക്കാം. എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് ദോശ ബാറ്റർ അല്ലെങ്കിൽ അപ്പം ബാറ്റർ. ഈ വീക്കിലോട്ട് ഞാൻ ദോശ ബാറ്ററാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇതുണ്ടെങ്കിൽ ദോശ, ഇഡ്ഡലി, ഊത്തപ്പം അങ്ങനെ പല വെറൈറ്റീസും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അതുപോലെ തന്നെ ഒരു 3-4 ദിവസത്തേക്കുള്ള വെജിറ്റബിൾസും കഴുകി ഡ്രൈ ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലാസ് ജാറിലോട്ട് ഇതുപോലെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കുക്കിംഗ് ടൈം വളരെയധികം കുറഞ്ഞു കിട്ടും. അത്യാവശ്യം ചൂടുവെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത ഗ്ലാസ് ജാറിലോട്ട് കുറച്ച് തൊലി കളഞ്ഞ ചുവന്നുള്ളി, ഒരു റെഡിഷ് പിങ്കിഷ് കളർ കിട്ടാൻ വേണ്ടി 2-3 സ്ലൈസ് ബീറ്റ്റൂട്ടും ആവശ്യത്തിന് ഉപ്പും പുളി അനുസരിച്ച് വിനീഗറും തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഫ്രിഡ്ജിൽ 1-1.5 ആഴ്ചയോളം സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പിക്കിൾഡ് അനിയൻസ് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ വീക്കിലത്തെ കുക്കിംഗ് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടി മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് മീറ്റ് ആൻഡ് ഫിഷ് മാരിനേഷൻ. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന ഉടനെ തന്നെ കഴുകി മാരിനേറ്റ് ചെയ്ത് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ആ മാരിനേഷനും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷസിന് പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ആ ഫ്രഷ്നെസ് റീറ്റെയിൻ ചെയ്യാനും പറ്റും. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ആയിട്ടോ കറി ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ചിക്കൻ്റെ മാരിനേഷനിലോട്ട് ഏറ്റവും കൂടുതൽ ഞാൻ ഇട്ടിട്ടുള്ളത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് യോഗേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവനുസരിച്ച് കാശ്മീരി ചില്ലി പൗഡറും പെപ്പർ പൗഡറും ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫിഷിൻ്റെ മാരിനേഷനിലോട്ട് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, എരിവനുസരിച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.
ഞാനിവിടെ ഇന്ത്യൻ സ്റ്റൈൽ പിസ്സ സോസാണ് തയ്യാറാക്കുന്നത്. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4-5 ദിവസത്തോളം ഫ്രഷ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ 2 വലിയ ടൊമാറ്റോസും പിന്നെ 2 ഗാർലിക്കും, ചെറിയ ഗാർലിക്കാണെങ്കിൽ 3-4 ഒക്കെ എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ സ്റ്റൈൽ പിസ്സ സോസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് എരിവിനായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഒരു കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും ഒരു ചെറിയ ടീസ്പൂൺ ഷുഗർ അല്ലെങ്കിൽ ജാഗ്രി പൗഡർ ചേർക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ ജാഗ്രി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇത് പിസ്സ സോസ് ആണെങ്കിലും നമുക്കൊരു പനീർ കറിയുടെ ഗ്രേവി ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഈ വീക്കിലോട്ട് കടലക്കറിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, ചിക്കൻ റോസ്റ്റ് അല്ലെങ്കിൽ ചിക്കൻ കറിയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു മദർ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ സെയിം ഗ്രേവി ആയിരിക്കും ഈ 2 ഡിഷസിനും ഞാൻ എടുക്കുന്നത്. ഇത് ശരിക്കും ഒരു 3 to 4 days ഒരു കുഴപ്പം കൂടാണ്ട് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു സോസ് പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും ഇട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇതിൻ്റെ പുറകെ 2 വലിയ സവോളയും ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. അപ്പം ഈ സവോള ചേർക്കുന്നതാണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടൊമാറ്റോ ഒക്കെ ചേർക്കും. അതെല്ലാം ആണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ അനിയൻസൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയതിന് ശേഷം വേണം സ്പൈസ് പൗഡേഴ്സൊക്കെ ചേർക്കാനായിട്ട്. ഞാനിതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ, ടേമറിക് പൗഡർ, പിന്നെ കുരുമുളക് പൊടി, പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഗരം മസാല ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് സോട്ടേ ചെയ്തെടുക്കുവാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ ഈ ഒരു റെസിപ്പിയിലോട്ട് കറിവേപ്പിലയും ചേർത്തിട്ടില്ല, മല്ലിപ്പൊടിയും ചേർത്തിട്ടില്ല. മല്ലിപ്പൊടി ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ചില റെസിപ്പീസിൽ എനിക്ക് മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ എണ്ണ ഒഴിക്കുമ്പം കുറച്ച് മല്ലിപ്പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് ആയിരിക്കും ഈ ഒരു ഗ്രേവി ഇടാം. അപ്പോൾ അതുകൊണ്ട് ചിലതിൽ വേണം, ചിലതിൽ വേണ്ട. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ കറിവേപ്പില നമ്മളെപ്പോഴും ഫ്രഷ് ആയിട്ട് കറിയിലോട്ട് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ആ കറി കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ചേർക്കാം. ഇതിലോട്ട് ചോപ്പ് ചെയ്ത ടൊമാറ്റോസും കൂടെ ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി വയ്ക്കാം. എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ഒരുപാട് മീൽ പ്ലാനിങ് വീഡിയോസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം എൻ്റെ മീൽ പ്ലാനിങ് എപ്പോഴും ഈ ഒരു രീതി തന്നെയല്ല കേട്ടോ. ഓരോ ആഴ്ചയും ഓരോ രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം ആ ആഴ്ചയിൽ കഴിക്കുന്ന രീതി ആയിരിക്കില്ല അടുത്ത ആഴ്ചയിൽ കഴിക്കുന്നത്. ഞങ്ങൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ടും വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതേസമയം ഒരുപാട് സമയം കിച്ചണിൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന രീതിയിലും എനിക്കിഷ്ടമല്ല, ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പം അതനുസരിച്ചുള്ള മീൽ പ്ലാനിങ് ആയിരിക്കും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ബൈ.